100ഓളം നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ ഈ മാനിഫെസ്റ്റോയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട 20 പോയിൻ്റാണ് താങ്കളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം യൂത്ത് മാനിഫെസ്റ്റോയിൽ ഉണ്ട്. ഇതിനകം നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ ഇതിനകം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDF നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. നേരത്തെ പുതുയുഗ യാത്രയുടെ സമാപന ദിവസം പ്രഖ്യാപിച്ച 5 പദ്ധതിയിൽ ഞങ്ങളുടെ ഒരു നിർദ്ദേശം കൂടി വന്നതിലുള്ളൊരു സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഈ സംരംഭകർക്കുള്ള പലിശരഹിത വായ്പ ഞങ്ങളുടെ ഒരു നിർദ്ദേശമാണ്. യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലയിലെ പ്രത്യേകിച്ച് ഒരു യൂത്ത് പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെ കേരളം രൂപപ്പെടുത്തണം, അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോൾ കേരളം എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു കാഴ്ചപ്പാടാണ് മാനിഫെസ്റ്റോ ആയി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. UDF നേതൃത്വം ഞങ്ങളോട് പറഞ്ഞത് ഇതിനകത്തുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും UDFൻ്റെ തന്നെ ഒരു മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാക്കിയ ഈ യൂത്ത് മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നേതൃപരമായൊരു പങ്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തും എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി ചോദിച്ചതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ കാസർഗോഡ് ജില്ല പലപ്പോഴും കാസർഗോഡ് ജില്ലയിൽ നിന്ന് പറയുന്നൊരു കാര്യം, ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റ് എന്ന നിലക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ റോഡിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റ് എന്ന നിലക്ക് കാസർഗോഡ് ജില്ലയുടെ ഒരു അവഗണനയുണ്ട്. അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ബോർഡർ ഡിസ്ട്രിക്റ്റിന് വേണ്ടി മാത്രമായി പ്രത്യേകം വികസനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സമാനമായ രീതിയിൽ ഇപ്പോൾ ഒരു ജില്ല മാത്രം ഞാൻ ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുപോലെ കേരളത്തിലെ ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ വിഭവ വിതരണത്തിൽ ഒരു വലിയ അസന്തുലിതാവസ്ഥയുണ്ട് എന്നൊരു ആക്ഷേപം പരക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ, എത്രമാത്രം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തണം എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ച് പിന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് സർക്കാർ കടക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി ഈ യൂത്ത് മാനിഫെസ്റ്റോയിലൂടെ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും അത് വലിയ തോതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കോളേജുകളെടുത്ത് പരിശോധിച്ചാൽ, സർവകലാശാലകളെടുത്ത് പരിശോധിച്ചാൽ, സ്കൂളുകളെടുത്ത് പരിശോധിച്ചാൽ, ഇതെല്ലാം പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവായി എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാഴ്ച മലബാർ മേഖലയിൽ തന്നെ വിവിധ ജില്ലകളിൽ തന്നെ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിവേചനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പൊതുവിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന സ്ഥാപനമാണെങ്കിലും പദ്ധതിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ അതിനകത്ത് തുല്യമായ വിതരണം ഉറപ്പാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം. മലപ്പുറം ജില്ല മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ പോപ്പുലേഷൻ കൂടുതലുള്ള പല ജില്ലകളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ല മലപ്പുറം ജില്ല പോലെ തന്നെ പോപ്പുലേഷൻ കൂടുതലുള്ളൊരു ജില്ലയാണ്. ഇപ്പോൾ പത്തനംതിട്ട പോപ്പുലേഷൻ കുറവുള്ളൊരു ജില്ലയാണ്. അപ്പോൾ ഒരു ജില്ലയ്ക്കൊരു ഫണ്ട് അനുവദിക്കുമ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ ജില്ലയ്ക്കും പോപ്പുലേഷൻ കൂടിയ ജില്ലയ്ക്കും ഒരേ രീതിയിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ആളോഹരി എടുക്കുമ്പോൾ അതിനകത്ത് വലിയ വിവേചനം കാണാൻ സാധിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കൃത്യമായി പോപ്പുലേഷനെ ആധാരമാക്കി ജില്ലകളുടെ ഒരു പുനർവിഭജനം നടത്തണം. അത് ഏതൊക്കെയാണ് ജില്ല എന്നുള്ളത് അത് സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തിയതിന് ശേഷമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെ തുടർന്ന് ജില്ലകളുടെ ഒരു പുനർവിഭജനം നടത്തണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജില്ല എന്നുള്ളതല്ല. പൊതുവിൽ കേരളത്തിലെ ജില്ലകളുടെ ഒരു പുനർവിഭജനം നടത്തേണ്ട സമയമായിട്ടുണ്ട്. അത് പൊതുവിൽ സർക്കാർ ഒരു പഠനം നടത്തി അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, കാരണം ഇപ്പോൾ സർവകലാശാലയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയ പരാതി, വലിയ ആക്ഷേപം, പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ CPM നേതാക്കന്മാരുടെ ബന്ധുക്കളും അവരുടെ സ്വന്തക്കാരെയും ഒക്കെ പിൻവാതിൽ വഴി തിരികെ കയറ്റാനുള്ള ശ്രമം ഉണ്ടായി. അങ്ങനെ തിരികെ കയറ്റി
എന്നതിനെ സംബന്ധിച്ചുള്ള വിവിധ കേസുകൾ തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സുതാര്യമാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സർവകലാശാലകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം.